കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്നലെയൊക്കെ വടക്കൻ കേരളത്തിൽ റെഡ് അലർട്ട് ആയിരുന്നു. ഇന്നും നാളെയും മഴയുടെ ശക്തി ഒരു അല്പം കുറയുമെന്നാണ് ഏറ്റവും പുതിയ പ്രവചനത്തിൽ പറയുന്നത്. ഓരോ ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല. എങ്കിലും മലയോര മേഖലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെന്നാണ് പ്രവചനം. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണ് കേരളത്തിൽ മഴ കനക്കുന്നത്. ഈ ചക്രവാത ചുഴി കൂടുതൽ ശക്തി പ്രാപിച്ച് വടക്കോട്ട് നീങ്ങി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഈ ന്യൂനമർദ്ദം പിന്നെയും ശക്തി പ്രാപിച്ച് വടക്ക് ദിശയിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ കൃത്യമായ ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കർണാടക തീരത്തൊക്കെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണം തുടരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനായി പോകരുത്. 23-ാം തീയതി വരെ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ളൊരു അറിയിപ്പാണ് ഏറ്റവും പുതിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്താനാണ് സാധ്യത. നേരത്തെ മെയ് 27 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ കാലവർഷം എത്തുന്ന സമയമായി പറഞ്ഞിരുന്നത്. അതിന് 4 ദിവസം മുമ്പും ആവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു മഴയുടെ രീതിയൊക്കെ അനുസരിച്ച് 5 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷം എത്തും. കാലവർഷ മഴ കൂടുതൽ സജീവമായി കേരളത്തിൽ പെയ്യുകയും ചെയ്യും.